ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും ബെസ്റ്റ് ആനിമേറ്റഡ് മൂവീസുകളിലൊന്ന് തന്നെയായിരിക്കും ഐസ് ഏജ് മൂവി ഫ്രാഞ്ചൈസ്. സിനിമ ഈ അവസാനമായിട്ട് ഇറങ്ങിയത് ബക്ക് അഡ്വഞ്ചേഴ്സ് ആണ്. അത് ഇച്ചിരി ആവറേജ് എന്ന ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ബാക്കിയെല്ലാം കിടക്കാഴ്ച തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, എല്ലാ സിനിമയും എനിക്ക് പേഴ്സണലി ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടു. അവസാനത്തെ ഈ ബക്ക് അഡ്വഞ്ചർ ഒഴിച്ച് എല്ലാത്തിനും കാരണം ഈ ഒറ്റ ഒരുത്തനാണ്. ഈ അണ്ണാൻ കാരണം അവസാനം ഭൂമി വരെ അവസാനിക്കാറായി. അതെല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ. ബക്ക് അഡ്വഞ്ചേഴ്സിൻ്റെ ഗ്രാഫിക്സ് ഇച്ചിരി മോശമാണ്. പിന്നെ ആകെ 1.5 മണിക്കൂറേ പടമുള്ളൂ. ഇപ്പോൾ ഇതാ ഐസ് ഏജിൻ്റെ 6ാം ഭാഗം ഈ വരുന്ന 2026 പ്രതീക്ഷ മതി, ഡിസംബർ മാസം. ഇനി പുതിയ ഏലിയൻസ് പോലെയാണ് ഇനി വരാൻ പോകുന്നത്. അണ്ണാങ്കുട്ട ഇപ്പോൾ ഗാലക്സി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇനിയിപ്പോൾ മിനിയൻസിൻ്റെ അടുത്ത മൂവി പറഞ്ഞ പോലെ തന്നെ 2026 പ്രതീക്ഷ മതി, ജൂലൈ മാസത്തിലൊക്കെ. ഞാൻ പറഞ്ഞത് മിനിയൻസിൻ്റെ 2ാം ഭാഗമാണ്, ഡിസ്പിക്കബിൾ മീ അല്ല. മെയിനായിട്ടും സിനിമ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ചെറുതിലെ കൊച്ചിലത്തെ ഗ്രൂ ഇല്ലേ, അവരും പിന്നെ കൂടെ ചേർന്നിട്ടുള്ള മിനിയൻസിൻ്റെ സ്റ്റോറിയൊക്കെ തന്നെയായിരിക്കും. ഷ്രക്കിൻ്റെ 5ാം ഭാഗത്തിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ്. ദൈവമേ, 2026 ഇഷ്ടംപോലെ ആനിമേറ്റഡ് മൂവീസ് ഉണ്ടല്ലോ. 2026 തന്നെ പ്രതീക്ഷ മതി ഷ്രക്കിൻ്റെ 5ാം ഭാഗം. ഇപ്പം നോക്കുവാണെങ്കിൽ മിനിയൻസിനെ ബീറ്റ് ചെയ്യാൻ ഷ്രക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. സോറി, ഇനി ഷ്രക്കിനെ ബീറ്റ് ചെയ്യാൻ മിനിയൻസ് ആണോ? ഇത് ഏതാഴ്ച നിങ്ങളായിരുന്നു തീരുമാനിക്കുക.